ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്തുടനീളമുള്ള സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും എത്രമാത്രം വ്യത്യസ്തമാണ് എന്നതാണ്. 2025 ജനുവരി 14 മകരസംക്രാന്തി വരുന്നത്. വസന്തത്തിന്റെ ആരംഭം ആഘോഷിക്കുന്ന ഉത്സവമാണിത്. കർഷകർ സൂര്യദേവനോട് നന്ദി പറഞ്ഞ് വിളവെടുപ്പ് ആരംഭിക്കുന്ന സമയമാണിത്. ഈ ഉത്സവം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായി വിളിക്കപ്പെടുന്നു. ഒപ്പം തന്നെ വിവിധ രീതികളിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഈ ഒരു ഉത്സവം ആഘോഷകരമാക്കുന്നത്. രാജ്യത്തെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും മകരസംക്രാന്തി ആഘോഷിക്കുന്നുണ്ട്. അതിനു പുറമെ ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മകരസംക്രാന്തിയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അന്നേ ദിവസം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ഉത്സവങ്ങളിലൊന്നായ മകരസംക്രാന്തി സൂര്യൻ മകരത്തിലേക്ക് മാറുന്നതിനെ ആഘോഷിക്കുകയും ദൈർഘ്യമേറിയ ദിവസങ്ങളുടെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഈ സംഭവം സൂര്യദേവനെ ആദരിക്കുകയും നവീകരണം, സമൃദ്ധി, ആത്മീയ വളർച്ച എന്നിവയെ പ്രതീകപ്പെടുത്തുകയും ചെയ്യുന്നു. 2025 മകരസംക്രാന്തി തീയതിയും സമയങ്ങളും ഒന്ന് നോക്കാം. ഈ വർഷം ജനുവരി 14 ചൊവ്വാഴ്ചയാണ് മകരസംക്രാന്തി വരുന്നത്. പുണ്യകാല മുഹൂർത്ത സമയം രാവിലെ 9:03 മുതൽ വൈകുന്നേരം 6:04 വരെയാണ്. ദൈർഘ്യം 9 മണിക്കൂർ. മഹാപുണ്യകാല മുഹൂർത്തം രാവിലെ 9:03 മുതൽ രാവിലെ 10:57 വരെയാണ്. ദൈർഘ്യം 1 മണിക്കൂർ 54 മിനിറ്റ്. ഇനി മകരസംക്രാന്തി നിമിഷം ജനുവരി 14 രാവിലെ 9:03 ഇനി മകരസംക്രാന്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. മകരസംക്രാന്തി വിളവെടുപ്പ് കാലത്തെ അറിയിക്കുകയും ഭൂമിയിലെ ജീവനെ പരിപോഷിപ്പിച്ചതിന് സൂര്യഭഗവാനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇരുട്ടിന്റെ മേൽ വെളിച്ചത്തിന്റെ വിജയത്തെ പ്രതിനിധീകരിക്കുന്ന ഉത്സവം പുതിയ തുടക്കങ്ങൾ, സമൃദ്ധി, കൃതജ്ഞത എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. പുത്തൻ സംരംഭങ്ങളും ആത്മീയ പരിശീലനങ്ങളും ആരംഭിക്കുന്നതിന് അനുയോജ്യമായ സമയമാണിത്. ഇനി മകരസംക്രാന്തി കാലത്ത് ആചരിക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് നോക്കാം. മകരസംക്രാന്തി സമയത്ത് ഗംഗ, യമുന തുടങ്ങിയ പുണ്യനദികളിൽ കുളിക്കുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്നേ ദിവസം ഭക്തർ പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കി സൂര്യഭഗവാന് സമർപ്പിക്കുന്നു. ഈ പുണ്യകാലത്ത് ഭക്ഷണം, വസ്ത്രം, പണം എന്നിവ ദാനം ചെയ്യുന്നത് അനുഗ്രഹമായി കണക്കാക്കുന്നു. അതേപോലെ തന്നെ ചിലർ ഈ ഒരു സമയത്ത് പൂർവികർക്കായി ശ്രാദ്ധ ചടങ്ങുകളും നടത്താറുണ്ട്. എല്ലാത്തിനും പുറമെ പലരും വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയും ശുഭമുഹൂർത്തത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. മകരസംക്രാന്തി ദിനത്തില് ദാനം ചെയ്യുന്നത് വളരെ പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അന്നേ ദിവസം ദാനം ചെയ്യാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. അതിൽ ആദ്യത്തേത് കറുത്ത വസ്ത്രമാണ്. കാരണം ഹിന്ദു വിശ്വാസങ്ങളിൽ കറുപ്പ് നിറം നിഷേധാത്മകതയെ പ്രതീകപ്പെടുത്തുന്നു. അത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് പ്രതികൂലമായ ഗ്രഹസ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി നിങ്ങൾ വസ്ത്രങ്ങൾ ദാനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സൂര്യഭഗവാന്റെ അനുഗ്രഹം തേടി മഞ്ഞ പോലുള്ള ശുഭനിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. അടുത്തത് എണ്ണയാണ്. കാരണം മകരസംക്രാന്തി ദിനത്തിൽ എണ്ണ ദാനം ചെയ്യുന്നത് നിർഭാഗ്യകരമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുമെന്നാണ് പറയുന്നത്. ഇത് ഒരാളുടെ കർമ്മത്തെ പ്രതികൂലമായി ബാധിക്കുകയും പ്രതികൂല ഫലങ്ങൾ നൽകുകയും ചെയ്യും. ഭക്ഷ്യധാന്യങ്ങളോ മധുരപലഹാരങ്ങളോ പോലുള്ള ഇനങ്ങൾ സംഭാവന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി അടുത്തത് മൂർച്ചയുള്ള വസ്തുക്കളാണ്. കത്തികള്, കത്രികകള് അല്ലെങ്കിൽ നഖങ്ങൾ പോലുള്ള വസ്തുക്കൾ വിയോജിപ്പും നെഗറ്റീവ് ഊർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മകരസംക്രാന്തി ദിനത്തിൽ ഇത്തരം വസ്തുക്കൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വഴക്കുകളോ അസ്വസ്ഥതകളോ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മൂർച്ചയുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പാത്രങ്ങളോ വസ്ത്രങ്ങളോ പോലുള്ള ലളിതവും വിവാദപരമല്ലാത്തതുമായിട്ടുള്ള സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുക. സന്തോഷത്തിന്റെയും നന്ദിയുടെയും ആത്മീയതയുടെയും ഉത്സവമാണ് മകരസംക്രാന്തി. ഈ മകരസംക്രാന്തിയിൽ സൂര്യൻ നിങ്ങളെ ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.